നമസ്കാരം. നക്സൽ പട്ടികയിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കി. പ്രധാന വാർത്തകൾ. വയനാട് ഉൾപ്പെടെ 3 ജില്ലകളെ നക്സൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി കേന്ദ്രം. നടപടി നക്സൽ പ്രവർത്തനം സജീവമല്ലെന്ന കണ്ടെത്തലിനെ തുടർന്ന് നക്സൽ പ്രതിരോധത്തിന് ഇനി കേന്ദ്ര സഹായം ലഭിക്കില്ല. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിനുള്ള അന്തിമ പട്ടിക ഇനിയും തയ്യാറാക്കാനായില്ല. ഏപ്രിൽ 24-ന് പ്രസിദ്ധീകരിക്കേണ്ട പട്ടിക പ്രസിദ്ധീകരിക്കാതെ നീണ്ടുപോകുന്നു. ടൗൺഷിപ്പ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെങ്കിൽ ഗുണഭോക്താക്കളുടെ എണ്ണം അറിയിക്കണമെന്ന നിലപാടിൽ ഊരാളുങ്കൽ. കാട്ടാനയുടെ ആക്രമണത്തിൽ നടുക്കം മാറാതെ മേപ്പാടി പ്രദേശം. കഴിഞ്ഞ 8 വർഷത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ മേപ്പാടിയിൽ മാത്രം കൊല്ലപ്പെട്ടത് 7 പേർ. വീണ്ടും മഴക്കാലമെത്തുമ്പോൾ ചീപ്രംകുന്ന് ഉന്നതിക്കാരുടെ ആദി വർദ്ധിക്കുന്നു. റോഡില്ലാത്തതിനാൽ ഇനിയും മൃതദേഹങ്ങൾ ചുമക്കേണ്ടി വരുമോ എന്ന് ഉന്നതിക്കാർ. ഗതാഗത യോഗ്യമായ വഴിയോ ശുദ്ധജലമോ ചീപ്രംകുന്ന് ഉന്നതിക്കാർക്ക് ഇന്നും അന്യം. വിശദമായ വാർത്തകളിലേക്ക്. വയനാട്, പാലക്കാട്, മലപ്പുറം ഉൾപ്പെടെ 3 ജില്ലകളെ നക്സൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. നടപടി നക്സൽ പ്രവർത്തനം സജീവമല്ലെന്ന കണ്ടെത്തലിനെ തുടർന്ന്. നക്സൽ പ്രതിരോധത്തിന് ഇനി കേന്ദ്ര സഹായം ലഭിക്കില്ല. നേരത്തെ വയനാട്ടിൽ നക്സൽ പ്രവർത്തനം സജീവമായിരുന്നു. പോലീസുമായി മാവോയിസ്റ്റുകൾ നേരിട്ട് ഏറ്റുമുട്ടിയ സംഭവം വരെ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചു മാസങ്ങളായി മാവോയിസ്റ്റ് സാന്നിധ്യം സംബന്ധിച്ച യാതൊരു വിവരങ്ങളും ഇല്ലായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ നക്സൽ പട്ടികയിൽ നിന്നും കേന്ദ്രം വയനാട് ഉൾപ്പെടെ 3 ജില്ലകളെ ഒഴിവാക്കിയിരിക്കുന്നത്. ഇതോടെ കേരളം നക്സൽ മുക്തമായതായി കേന്ദ്രം. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലേക്കുള്ള അന്തിമ പട്ടിക ഇനിയും തയ്യാറാക്കാനായില്ല. ഏപ്രിൽ 24-ന് പ്രസിദ്ധീകരിക്കേണ്ട പട്ടികയാണ് പ്രസിദ്ധീകരിക്കാനാകാതെ നീണ്ടുപോകുന്നത്. വിവിധ പട്ടികയിൽ ഉൾപ്പെട്ട 402 ഗുണഭോക്താക്കൾ നൽകിയ സമ്മതപത്രം പരിശോധിച്ച ശേഷമാണ് ഗുണഭോക്താക്കളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുക. ടൗൺഷിപ്പ് പദ്ധതിയിലെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെങ്കിൽ ഗുണഭോക്താക്കളുടെ എണ്ണം അറിയണമെന്ന നിലപാടിലാണ് ഊരാളുങ്കൽ. കൽപ്പറ്റയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ടൗൺഷിപ്പിലേക്കുള്ള ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഇനിയും തയ്യാറായില്ല. 402 ഗുണഭോക്താക്കൾ ടൗൺഷിപ്പിലേക്ക് നൽകിയ സമ്മതപത്രങ്ങളുടെ പരിശോധന പൂർത്തിയായിട്ടില്ല. ദുരന്ത നിവാരണ അതോറിറ്റി ഗുണഭോക്താക്കളിൽ നിന്നും സ്വീകരിച്ച സമ്മതപത്രവും വ്യക്തികളുടെ വിവരങ്ങളും മേപ്പാടി ഗ്രാമപഞ്ചായത്ത്, വെള്ളരിമല വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നുമാണ് പരിശോധിക്കുന്നത്. അപേക്ഷ നൽകിയ ഗുണഭോക്താക്കൾക്ക് സ്വകാര്യ വ്യക്തികൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ എന്നിവർ വീടോ സ്ഥലമോ നൽകുന്നുണ്ടോയെന്നും പരിശോധന നടത്തും. മുസ്ലിം ലീഗ്, മറ്റു സന്നദ്ധ സംഘടനകൾ എന്നിവർ വീട് നിർമ്മിച്ച് നൽകുന്ന ഗുണഭോക്താക്കൾ പദ്ധതിയിൽ നിന്നും പുറത്താകും. ഇത് കഴിച്ച് എത്ര ഗുണഭോക്താക്കൾ പദ്ധതിയിൽ ഉണ്ടെന്ന് വ്യക്തമായാൽ മാത്രമേ ടൗൺഷിപ്പ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കാനാകൂ. പദ്ധതിയുടെ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷമാകും പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക. ഗുണഭോക്താക്കളുടെ എണ്ണം അറിയാത്തതിനാൽ തന്നെ മാതൃകാ വീടുകളുടെ നിർമ്മാണം മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. DPR തയ്യാറാക്കി കഴിഞ്ഞാൽ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് എളുപ്പത്തിൽ നിർമ്മാണം പൂർത്തിയാക്കും. നവംബറോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് അധികൃതരുടെ ലക്ഷ്യം. മലനാട് ന്യൂസ്, കൽപ്പറ്റ. കാട്ടാനയുടെ ആക്രമണത്തിൽ നടുക്കം മാറാതെ മേപ്പാടി പ്രദേശം. കാടിറങ്ങുന്ന കാട്ടാനകളുടെ ആക്രമണത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ 7 പേരാണ് മേപ്പാടിയിൽ കൊല്ലപ്പെട്ടത്. എരിയുന്ന വയറിന്റെ വിശപ്പടക്കാൻ കഷ്ടപ്പെടുന്ന ഓരോ സാധാരണക്കാരനും ഭീതിയോടെയാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. മണി, ഷഹാന, മോഹൻ, പാർവതി, കുഞ്ഞവറാൻ, ബാലകൃഷ്ണൻ, ഇപ്പോൾ ഇതാ ആറുമുഖൻ. ഓരോ കുടുംബത്തിലെയും അത്താണിയും വന്യമൃഗ ആക്രമണത്തിൽ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മേപ്പാടിയിൽ. ചോലമല, എളമ്പലേരി, ചുളിക്ക, അട്ടമല, എരുമക്കൊല്ലി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് 7 പേർ കൊല്ലപ്പെട്ടത്. ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുമുണ്ട്. നിരന്തരം കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് നിത്യസംഭവമാവുകയാണ്. പകൽ സമയത്ത് പോലും പലയിടങ്ങളിലായി കാട്ടാനയെ കാണുന്നവരുണ്ട്. ഓരോ മരണങ്ങൾ നടക്കുമ്പോഴും ഉദ്യോഗസ്ഥർ വരും, ഒട്ടേറെ ഉറപ്പുകൾ നൽകും. ആ ഉറപ്പുകളുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ സ്വീകരിക്കും. പക്ഷേ അതൊക്കെ താൽക്കാലികം മാത്രമായി മാറുകയാണ്. ഏറ്റവും അവസാനം അറുമുഖേട്ടൻ മരിച്ചപ്പോഴും ഒരുപാട് ഉറപ്പുകൾ തന്നു. കുങ്കിയാനകളെ കൊണ്ടുവന്ന് കാട്ടിലേക്ക് തുരത്തുമെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ മയക്കുപിടി വെച്ച് ആ ആനയെ പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതൊക്കെ കടലാസിലും വാഗ്ദാനങ്ങളിലും മാത്രമായി ഒതുങ്ങുകയാണ്. ഇതൊക്കെ കണ്ടിട്ടും
ഒരു നടപടിയും ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടി എടുക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വരും ദിവസങ്ങളിലും ഒട്ടേറെ ജീവനുകൾ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലും നിലനിൽക്കുകയാണ്. കുടുംബം പട്ടിണിയാകാതിരിക്കാൻ ജീവൻ പണയം വെച്ച് ജോലിക്ക് പോകുന്ന തൊഴിലാളികളുടെ സുരക്ഷ ഇനിയെങ്കിലും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അക്രമങ്ങളും മരണങ്ങളും സംഭവിക്കുമ്പോൾ മാത്രം അധികാരികൾ ഇടപെടുന്ന സാഹചര്യം ഒഴിവാക്കി ഫെൻസിംഗ് ഉൾപ്പെടെ പ്രാവർത്തികമാക്കി വന്യമൃഗ ആക്രമണത്തിൽ നിന്നും ശാശ്വത പരിഹാരം കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. മലനാട് ന്യൂസ്, മേപ്പാടി. മേപ്പാടി എളമ്പലേരിയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം 4 ആനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടാന ഇറങ്ങാൻ തുടങ്ങിയതോടെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കാട്ടാന ഇറങ്ങിയതിന്റെ CCTV ദൃശ്യങ്ങൾ മലനാട് ന്യൂസിന് ലഭിച്ചു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന എളിമ്പിലേരിയിലെ എസ്റ്റേറ്റ് പാടിക്ക് മുൻപിലൂടെ കാട്ടാനകൾ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണിത്. ആനകൾ കൂട്ടമായും ഒന്ന് തനിച്ചും വിഹരിക്കുകയാണ്. നേരമിരുട്ടുന്നതോടെ കാടിറങ്ങുന്ന കാട്ടാനക്കൂട്ടം പുലരുവോളം കൃഷി നശിപ്പിക്കുന്ന സാഹചര്യമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. പലപ്പോഴും കാട്ടാനയുടെ മുൻപിൽ നിന്നും ആളുകൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത്. ആനയിറങ്ങുമ്പോൾ വനപാലകർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചോടിക്കും. എന്നാൽ വനപാലകർ മടങ്ങുമ്പോഴേക്കും ആന വീണ്ടും ജനവാസ മേഖലയിലെത്തും. ഇന്നലെ രാത്രി ആന വന്ന സ്ഥലമാണ് ഇപ്പോൾ അത്. ഇന്നലെ ഫോറസ്റ്റുകാർ പുങ്കിയാനാളെ വെച്ചിട്ട് ഇവിടെ നാട്ടിൽ കയറ്റിയെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇവിടെ മരണം കുറേ ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മളെ കഴിഞ്ഞെല്ലാം നമ്മുടെ ഉസ്താദ് മറ്റു സമയത്ത് ഈ ഭാഗമൊക്കെ മൊത്തം അവർ 15 മീറ്റർ കാട് വെട്ടി ഫുള്ള് ഫെൻസിങ് ഇട്ട് തരാമെന്ന് പറഞ്ഞതായിരുന്നു. എന്നിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒന്നും ഉണ്ടായില്ല. പിന്നെ അവർ ഓടിച്ച് മല കയറ്റിയ ഒരു ആന മാത്രമൊന്നുമല്ല, ആന ഇഷ്ടംപോലെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഈ ഇറക്ക കൂടെ വന്നിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങണത്. താഴേക്ക് പോയിട്ട് ഞാൻ അന്ന് ഫോറസ്റ്റുകാരെ വിളിച്ച് അവർ വന്ന് ഇവിടെ ആട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേനാണ് അവിടെ അയാൾക്ക് പറ്റിയത്. ആന അവിടെ ഇവിടെ എല്ലായിടത്തും മേലെയൊക്കെ ഉണ്ട് ആന. പ്രദേശത്ത് പ്രതിരോധ വേലി നിർമ്മിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മലനാട് ന്യൂസ്, മേപ്പാടി. വീണ്ടും മഴക്കാലം എത്തുമ്പോൾ ചീപ്രംകുന്ന് ഉന്നതിക്കാർക്ക് ആധിയാണ്. ഇനിയും മൃതദേഹങ്ങൾ ചുമക്കേണ്ടി വരുമോ എന്നതാണ് ഇവരുടെ ആധിക്ക് കാരണം. പുനരധിവാസം നടത്തിയിട്ട് 5-ലധികം വർഷങ്ങൾ കഴിയുമ്പോഴും ഉന്നതിക്കാർക്ക് നല്ലൊരു വഴിയോ ശുദ്ധജലമോ ഇപ്പോഴും അന്യമാണ്. ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഇവരുടെ ദുരിതയാത്രയുടെ നേർചിത്രം മലനാട് ചാനൽ പുറം ലോകത്തെത്തിച്ചത് 2024 ജൂൺ 8-ന്. 1 വർഷം തികയാറാകുമ്പോഴും ഉന്നതിയിൽ ആരെങ്കിലും മരിച്ചാൽ മൃതദേഹം പുറത്തെത്തിക്കാൻ മുട്ടറ്റം ചളിയിൽ നീന്തിയാലേ പറ്റൂ എന്ന അവസ്ഥയിൽ തന്നെയാണ് ഉന്നതിയിലെ 40ഓളം കുടുംബങ്ങളുടെയും ഇപ്പോഴത്തെയും അവസ്ഥ. രോഗികളും പ്രായമായവരുമെല്ലാം ഏറെയുണ്ട് ഇവിടെ. സ്കൂൾ വിദ്യാർത്ഥികളുടെയും ദുരിതം കാണാൻ ആളില്ല. ഇവരുടെ ദുരിതം മലനാട് ചാനൽ വാർത്തയാക്കിയതിനെ തുടർന്ന് 50 ലക്ഷം രൂപ റോഡിനും കുടിവെള്ളത്തിനായി 90 ലക്ഷം രൂപയും വകയിരുത്തിയെങ്കിലും ഇതേവരെയും നടപടിയായിട്ടില്ല. ഉന്നതിക്ക് സമീപം പുറത്തുനിന്നുള്ള ആളുകൾ പാട്ടത്തിനെടുത്ത സ്ഥലത്ത് മണ്ണിളക്കിയുള്ള കൃഷി കാരണം കുന്നിൻ മുകളിലുള്ള ചളിയും വെള്ളവും കുത്തിയൊലിച്ചെത്തുന്നതും ഇവരുടെ ദുരിതമേറ്റുകയാണ്. ഞാനിപ്പോൾ ഒരു രോഗിയാണ്. ഞങ്ങളിവിടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മുട്ടിൻ്റെ അവിടം വരെയുള്ള ചെളിയിലാണ് ഏറ്റിക്കൊണ്ട് പോകുന്നത്. എന്നാലേ ഇപ്പം മറവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ ഇപ്പോൾ കുടിവെള്ളത്തിന് കിണർ പാസ്സായെന്ന് പറഞ്ഞിട്ട് കിണർ ഇതുവരെ വന്നിട്ടില്ല. റോഡ് പാസ്സായെന്ന് പറഞ്ഞിട്ട് റോഡിൻ്റെ പണി ഇതുവരെ വന്നിട്ടില്ല, അത് ചെയ്തിട്ടുമില്ല. അങ്ങനെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലം മൊത്തം പാട്ടത്തിനെടുത്തിട്ട് അവരോട് ചാലെടുത്തിട്ട് വെള്ളം മാറ്റി വിടാൻ പറഞ്ഞത്. വാഴവറ്റ ചീപ്രം ഉന്നതിയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങളടക്കമുള്ളവരാണ് ഇവിടെയുള്ളത്. ഈ അവഗണന തുടരുന്ന പക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്നാണ് ഉന്നതിക്കാർ പറയുന്നത്. ഇവിടെ ഞങ്ങളെ കൊണ്ടു വിറ്റിട്ട് അല്ല കൊണ്ടുവന്നാക്കിയിട്ട് ഇത്രയും കാലമായി, ഇത്രയും വർഷങ്ങളായിട്ട് ഒരു കുടിവെള്ളമില്ല, റോഡാണെങ്കിൽ റോഡില്ല, പണിയാണെങ്കിൽ പണിയില്ല. സർക്കാർ ഈ അരി തരുന്നത് കൊണ്ട് കഞ്ഞിവെള്ളം കൊടുത്തിട്ട് പോകും. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ നന്നായി തന്നെ ചെയ്യണം ഇവിടെ.
അതാണ് നമ്മൾ പറയാനുള്ളത്. പറഞ്ഞ് ഞങ്ങൾ മടുത്തിരിക്കുക. ഒന്നില്ലെങ്കിൽ ഇനി ഞങ്ങൾ സമരത്തിന് തന്നെ ഇറങ്ങും. ആദ്യ സ്ഥലത്തുണ്ടായിരുന്ന തൊഴിലും കിലോമീറ്ററുകൾ യാത്ര ചെയ്യണമെന്നായതോടെ ഇവർക്ക് നഷ്ടമായിരിക്കുകയാണ്. പ്രദേശത്തെ വാർഡ് മെമ്പറും ഈ ആവശ്യങ്ങൾക്കായി ശ്രമം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇനിയൊരു മഴക്കാലത്തിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നിരിക്കെ അതിനു മുൻപ് തന്നെ ഈ ആവശ്യങ്ങൾ പൂർണ്ണമായും നടത്തിത്തരണമെന്നാണ് ഉന്നതിക്കാരുടെ ആവശ്യം. മലനാട് ന്യൂസ്, മീനങ്ങാടി. പുനരധിവസിപ്പിച്ചവരാണ് ഇവിടെയുള്ള കുടുംബങ്ങൾ. പക്ഷേ ചീപ്രംകുന്ന് ഉന്നതിക്കാർക്ക് കുടിവെള്ളവും വഴിയും ഇന്നും അന്യമാണ്. പ്രതിഷേധം ശക്തമാക്കിയ ഉന്നതിവാസികളുടെ പ്രതികരണങ്ങളാണ് ജനശബ്ദത്തിൽ. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഒന്നും ആയിട്ടില്ല. ഭയങ്കര ചെളിയാണ്. ആ ചെളിയിൽ ഞങ്ങൾ എന്ത് ചെയ്യൂ? ഒരു പെട്ടെന്ന് സൂക്കേട് വന്നാൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് റോഡും ഇല്ല, കുടിവെള്ളമില്ല, നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ ഞങ്ങൾ ചെയ്യുക? മക്കൾക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ വലിയവർക്കും നടക്കാൻ പറ്റില്ല. സുഖമില്ലാത്തവരെ കൊണ്ടുപോകാനും ഒന്നും പറ്റൂല. ഭയങ്കര ചെളിയാണ്, മുട്ടുകളുള്ള ചെളിയാണ്. ഈ കൃഷി എടുക്കുന്നത് കൊണ്ടാണ് ഈ ചെളിയെല്ലാം കുത്തി റോഡിൻ്റെ അവിടേക്ക് വരുന്നത്. ചാല് വൃത്തിയാക്കി തരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ കേരളം പ്രദർശനമേളയിലെ ധനകാര്യ ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ സ്റ്റാളിൽ. എല്ലാ മേഖലയിലും സാമ്പത്തിക തട്ടിപ്പ് സംഘം സജീവമാണ്. കരുതലോടെ ഇടപാടുകൾ നടത്തണമെന്നതാണ് ഇവിടെ നിന്നും ഓർമ്മപ്പെടുത്തുന്നത്. സ്റ്റുഡന്റ് സേവിംഗ് സ്കീമിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ധനകാര്യ ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ സ്റ്റാളിലെത്തിയാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് അധികവും. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സാമ്പത്തിക തട്ടിപ്പ് സംഘം സജീവമാണ്. അതിനാൽ തന്നെ കരുതലോടെ ഇടപെടലുകൾ നടത്തണമെന്നാണ് ഇവർ ഓർമ്മിപ്പിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പുകൾ പെരുകി വരുന്ന ഈ കാലഘട്ടത്തിൽ പൊതുജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടതാണ് സാമ്പത്തിക സാക്ഷരതയെക്കുറിച്ചുള്ള അറിവുകൾ. അത് പകർന്നു തരാൻ ധനകാര്യ ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പ് ഒരുക്കിയിരിക്കുന്ന സ്റ്റാളാണ്. മന്ത്രിസഭയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുകയാണ് സ്റ്റാള്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ഒരു ബോധവൽക്കരണം നടത്തുക. അത് നമ്മുടെ കുട്ടികളിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് സ്റ്റുഡൻറ് സേവിംഗ് സ്കീം എന്നത്. കൂടാതെ കുട്ടികളിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനായി സ്റ്റുഡന്റ് സേവിംഗ് സ്കീമിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള 3 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകിയാൽ സമ്മാനവുമായി സ്റ്റാളിൽ നിന്നും മടങ്ങാം. മലനാട് ന്യൂസ്, കൽപ്പറ്റ. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏതൊരാൾക്കും കളിക്കാവുന്ന 14 കായിക ഇനങ്ങൾ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ കേരളം മേളയിലെ സ്പോർട്സ് കൗൺസിൽ പവലിയൻ. മണിക്കൂറുകളോളം കളിച്ചുല്ലസിക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിൽ പോയ അനുഭവമാണെന്ന് കുട്ടികൾ പറയുന്നു. കായിക വകുപ്പിന്റെ പവലിയനിലെത്തിയാൽ കുട്ടികളുടെ പാർക്കിൽ പോയ അനുഭവമാണ്. കുട്ടികൾ വിവിധ കളികളിൽ ഏർപ്പെട്ട് ആർത്തുല്ലസിക്കുകയാണ് ഇവിടെ. 8 മുതൽ 60 വയസ്സുവരെ പ്രായമുള്ള ഏതൊരാൾക്കും കളിക്കാവുന്ന 14 വ്യത്യസ്ത കായിക ഇനങ്ങളുടെ ചെറുപതിപ്പുകളാണ് സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു 14ഓളം ഗെയിംസാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെല്ലാം ലഹരിയിലേക്ക് പോകുന്നു. അതിൽ നിന്നും തിരിച്ച് നമ്മൾ കായികത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതിയായിട്ടാണ് ഇതൊരു ചെറിയ സ്റ്റാൾ പോലെ നടത്തുന്നത്. ഇലക്ട്രിക് ബസ് വയർ ഗെയിം, ത്രോയിൻ ടാർജറ്റ്, ബാസ്കറ്റ് ബോൾ, സോഫ്റ്റ് ആർച്ചറി, സ്വിസ് ബോൾ, ബാഡ്മിന്റൺ, ഹോക്കി, ഹൂപ്സ്, ബാലൻസിംഗ്, ടേബിൾ ടെന്നീസ്, ഫുട്ബോൾ തുടങ്ങി 14 കായിക ഇനങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. മേളയിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന സ്റ്റാളുകളിൽ ഒന്നാണ് കായിക വകുപ്പിന്റേത്. അമ്പ് ചെയ്യാനും ഗോളടിക്കാനും ബോൾ ബാസ്കറ്റ് ചെയ്യാനും വളയം എറിഞ്ഞു കളിക്കാനും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇവിടെ സൗകര്യമുണ്ട്. കായിക വകുപ്പ് കൈവരിച്ച നേട്ടങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. രുചികരമായ ഭക്ഷണ വിഭവങ്ങളുമായി എൻ്റെ കേരളം പ്രദർശനമേളയിൽ കുടുംബശ്രീയുടെ ഭക്ഷ്യമേള 5 ദിവസം കൊണ്ട് തന്നെ 8.5 ലക്ഷം രൂപയുടെ കച്ചവടമാണ് ഇവിടെ നടന്നത്. പ്രത്യേക പരിശീലനം നേടിയ 10 കുടുംബശ്രീ യൂണിറ്റുകളാണ് രുചികരമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നത്. അട്ടപ്പാടിയിലെ വനവിഭവങ്ങൾ ഉൾപ്പെടെ രുചിച്ചു നോക്കാൻ വലിയ തിരക്കാണ് ഭക്ഷ്യമേളയിൽ അനുഭവപ്പെടുന്നത്.
എന്റെ കേരളം പ്രദർശനമേളയ്ക്കെത്തുന്നവർക്ക് വിരുന്നൊരുക്കുകയാണ് കഫേ കുടുംബശ്രീ ഫുഡ് കോർട്ട്. 10 സ്റ്റാളുകളിലായി നാവിൽ രുചിയൂറുന്ന വിവിധ ഭക്ഷ്യവിഭവങ്ങളാണ് തയ്യാറാക്കുന്നത്. ഫുഡ് കോർട്ടിലെത്തുന്നവർക്ക് പാലക്കാട് അട്ടപ്പാടിയുടെ സ്വന്തം വനസുന്ദരി, വിവിധതരം ദോശകൾ, മലബാർ സ്പെഷ്യൽ, പാനിപൂരി, ബിരിയാണി, പത്തിരി, ബീഫും പൊറോട്ടയും, ചൈനീസ് വിഭവങ്ങൾ, ഇങ്ങനെ നീളുന്നു വിഭവങ്ങളുടെ പേരുകൾ. തുടക്കം മുതലേ ഇപ്പോൾ ഈ നിമിഷം വരെ നല്ല ഒരു പ്രതികരണമാണ് പബ്ലിക്കിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട കാറ്ററിംഗ് യൂണിറ്റുകളാണ് ഇവിടുത്തെ ഈ മേളയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രത്യേകം പരിശീലനം നൽകിയ 10 യൂണിറ്റുകളാണ് ഇന്നത്തെ ഇവിടെ മേളയിലുള്ളത്. അതിലൊന്ന് പാലക്കാട് അട്ടപ്പാടിയിലുള്ള പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള വനസുന്ദരി എന്നുള്ള വിഭവം കേരളത്തിൽ ആകെ ഫേമസ് ആയുള്ള ഒരു വിഭവമാണ്. അവരും കൂടെ നമ്മൾ ഇന്നത്തെ ഈ ഒരു മേളയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുടുംബശ്രീയുടെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ അറേബ്യൻ വിഭവങ്ങൾ, അതുപോലെ തന്നെ നാടൻ വിഭവങ്ങൾ, കപ്പ വിഭവങ്ങൾ, വിവിധതരം പായസങ്ങൾ, ജ്യൂസുകൾ, എല്ലാ വിഭവങ്ങളും നമ്മൾ ഈ ഒരു മേളയിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകം പരിശീലനം നേടിയ 10 യൂണിറ്റുകളാണ് ഭക്ഷ്യമേളയിൽ പങ്കെടുക്കുന്നത്. ഒരേ സമയം 100 പേർക്ക് ഭക്ഷണം കഴിക്കാൻ ഫുഡ് കോർട്ടിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആദ്യ 5 ദിവസത്തിനകം തന്നെ 8.5 ലക്ഷം രൂപയുടെ കച്ചവടമാണ് നടന്നത്. ഇന്നത്തെയും നാളത്തെയും കൂടി കച്ചവടത്തിന്റെ കണക്കെടുക്കുമ്പോൾ 10 ലക്ഷത്തിന് മുകളിൽ കടക്കുമെന്നാണ് കുടുംബശ്രീയുടെ പ്രതീക്ഷ. മലനാട് ന്യൂസ്, കൽപ്പറ്റ. വീണ്ടും വാർത്തകളിലേക്ക്. കരാറുകാരന്റെ അനാസ്ഥയിൽ കല്ലോടി വെള്ളമുണ്ട എട്ടേനാൽ തോട്ടോളിപ്പടി റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. യാത്രാക്ലേശത്താൽ വലഞ്ഞ് നാട്. മഴക്കാലം എത്തുന്നതിന് മുൻപ് റോഡ് പ്രവൃത്തി പൂർത്തിയാക്കിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ. എടവക, കല്ലോടി, വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ 8-4 തോട്ടോളിപ്പടി ഭാഗങ്ങളെ ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന 8 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള റോഡിന്റെ പ്രവൃത്തിയാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6.5 കോടി രൂപയോളം വകയിരുത്തിയാണ് 6 മാസം മുൻപ് റോഡ് പ്രവൃത്തി തുടങ്ങിയത്. എന്നാൽ നാളിതുവരെ നവീകരണ പ്രവർത്തനങ്ങൾ കാര്യമായി നടക്കാത്തതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കുന്നത്. കരാറുകാരന്റെ അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. ജലജീവൻ മിഷൻ അവർക്ക് പൈപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവർ പൈപ്പ് ഇട്ടതിനുള്ള പണം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ റോഡ് പണിക്ക് വിഘാതമായി നിന്നു. അവർ 2 കൂട്ടരെയും കൂടെ ഒരുമിച്ച് ചേർത്ത്, പ്രധാനമന്ത്രി സഡക് യോജനയും അതുപോലെ തന്നെ ജലജീവൻ മിഷനും ഒരുമിച്ച് ചേർത്ത് പലതവണ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ഡേവിസ് സാറ് യോഗം വിളിച്ച് ചേർത്ത് കോൺട്രാക്ടറോട് പണി എത്രയും പെട്ടെന്ന് ആരംഭിക്കണം എന്നാവശ്യപ്പെട്ട് ധാരണയിലെത്തി പിരിഞ്ഞതാണ്. പക്ഷേ നാളിതുവരെയായിട്ടും കാര്യമായ ഒരു പണിയും വീണ്ടും ഇത് തുടങ്ങിയിട്ടില്ല. മഴക്കാലം ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് കരാറുകാരന് ഇതിനകത്ത് താല്പര്യപ്പെടുത്തുകൊണ്ട് പണി പൂർത്തിയാക്കി തരണമെന്നാണ് ഞങ്ങളുടെ ജനങ്ങളുടെ ആവശ്യം. KMT എന്ന കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ജലജീവൻ മിഷൻ പൈപ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് റോഡ് പ്രവൃത്തിയിലുണ്ടായ അനിശ്ചിതത്വം ചർച്ച ചെയ്ത് പരിഹരിച്ചെങ്കിലും റോഡ് പ്രവൃത്തി നടത്തിപ്പിൽ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മഴക്കാലം എത്തുന്നതിന് മുൻപേ റോഡ് പ്രവൃത്തി പൂർത്തിയാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മലനാട് ന്യൂസ്, മാനന്തവാടി. സുൽത്താൻ ബത്തേരി ടൗണിൽ ഉണങ്ങി നിൽക്കുന്ന വൻമരം വാഹന കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. പാട്ടവയൽ സംസ്ഥാന പാതയോരത്ത് സബ് RT ഓഫീസിന് സമീപത്താണ് വൻമരം ഉണങ്ങി നിൽക്കുന്നത്. മരം മുറിച്ചു നീക്കി അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് ആവശ്യം. ബത്തേരി പാട്ടവയൽ അന്തർ സംസ്ഥാന പാതയോരത്താണ് വൻ മരം ഉണങ്ങി നിൽക്കുന്നത്. സബ് RT ഓഫീസ് പരിസരത്ത് നിൽക്കുന്ന മരത്തിൽ നിന്നും ശിഖരങ്ങൾ പൊട്ടിവീഴുന്നതും പതിവാണ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡ് കൂടിയാണിത്. കൂടാതെ നിരവധി ആളുകൾ കാൽനടയായും ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. ഒട്ടനവധി വാഹനങ്ങളും അതുപോലെ കാൽനട യാത്രക്കാർ, ഇപ്പോൾ ഈ മാസം കഴിഞ്ഞ സ്കൂൾ അടക്കമുള്ള കുട്ടികൾ ഇതിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മരം വെട്ടി ഒഴിവാക്കിയിട്ട് ജനങ്ങളെ സംരക്ഷിക്കണമെന്നാണ് പറയാനുള്ളത്. വാഹനങ്ങളടക്കം ഈ മരത്തിന്റെ ചുവട്ടിലാണ് പാർക്ക് ചെയ്യുന്നത്. കൂടാതെ മരത്തിന് സമീപം കൂടിയാണ് വൈദ്യുതി ലൈനും കടന്നുപോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ശിഖരങ്ങൾ പൊട്ടിവീണതായും ഇവിടെയുള്ളവർ പറയുന്നു. വലിയ അപകടമുണ്ടാകുന്നതിന് മുൻപ് മരം മുറിച്ചു നീക്കുന്നതിനാവശ്യമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലനാട് ന്യൂസ്, ബത്തേരി. നടവയൽ പരുവുമേൽ അന്നമ്മ നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9:30 നടവയൽ ആർക്കിയെപ്പിസ്കോപ്പൽ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. മലനാട് കേബിൾ ഓപ്പറേറ്ററും റിപ്പോർട്ടറുമായ സിജുവിന്റെ മാതാവാണ്. ഇനി സ്വർണ്ണവിലയാണ്. സ്വർണം പവന് 72,040 രൂപ, ഗ്രാമിന് 9,005 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും.
വയനാട് ഉൾപ്പെടെ 3 ജില്ലകളെ നക്സൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി കേന്ദ്രം. നടപടി നക്സൽ പ്രവർത്തനം സജീവമല്ലെന്ന കണ്ടെത്തലിനെ തുടർന്ന് നക്സൽ പ്രതിരോധത്തിന് ഇനി കേന്ദ്ര സഹായം ലഭിക്കില്ല. മുണ്ടക്കൈ ചുരന്മല ടൗൺഷിപ്പിനുള്ള അന്തിമ പട്ടിക ഇനിയും തയ്യാറാക്കാനായില്ല. ഏപ്രിൽ 24-ന് പ്രസിദ്ധീകരിക്കേണ്ട പട്ടിക പ്രസിദ്ധീകരിക്കാതെ നീണ്ടുപോകുന്നു. ടൗൺഷിപ്പ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെങ്കിൽ ഗുണഭോക്താക്കളുടെ എണ്ണം അറിയിക്കണമെന്ന നിലപാടിൽ ഊരാളുങ്കൽ. കാട്ടാനയുടെ ആക്രമണത്തിൽ നടുക്കം മാറാതെ മേപ്പാടി പ്രദേശം. കഴിഞ്ഞ 8 വർഷത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ മേപ്പാടിയിൽ മാത്രം കൊല്ലപ്പെട്ടത് 7 പേർ. വീണ്ടും മഴക്കാലമെത്തുമ്പോൾ ചീപ്രംകുന്ന് ഉന്നതിക്കാരുടെ ആദി വർദ്ധിക്കുന്നു. റോഡില്ലാത്തതിനാൽ ഇനിയും മൃതദേഹങ്ങൾ ചുമക്കേണ്ടി വരുമോ എന്ന് ഉന്നതിക്കാർ. ഗതാഗത യോഗ്യമായ വഴിയോ ശുദ്ധജലമോ ചീപ്രംകുന്ന് ഉന്നതിക്കാർക്ക് ഇന്നും അന്യം.